പാലിയേറ്റീവ് കെയർ ഒപിയും ഒഫ്താൽമോളജി ഒപിയും പ്രവർത്തിക്കുന്ന ആശുപത്രി വളപ്പിലെ തന്നെ പഴയ കെട്ടിടം മാത്രമല്ല, അറ്റകുറ്റപ്പണി പ്രഖ്യാപിക്കപ്പെട്ട BNC ബ്ലോക്കിലും കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. 20 വർഷത്തിനടുത്ത് പഴക്കമുണ്ട് BNC ബ്ലോക്കിന്. മഴ പെയ്താൽ പലയിടത്തും കോൺക്രീറ്റിനിടയിൽ ഉറവ പൊട്ടും. മേൽക്കൂര ചിലയിടങ്ങളിലെല്ലാം അടർന്നു. തെളിഞ്ഞു കാണുന്നത് തുരുമ്പിച്ച കമ്പികൾ. തൂണുകളിൽ പലതിനും ഇതുതന്നെയാണ് അവസ്ഥ. ഭിത്തിയിലും കാര്യമായ കേടുപാടുണ്ട്. 4 നില കെട്ടിടം ശക്തിപ്പെടുത്താൻ നേരത്തെ തീരുമാനിച്ചതാണ്. പക്ഷേ ഒന്നും ശരിയായില്ല. ആശുപത്രി വളപ്പിലെ പഴക്കമുള്ള കെട്ടിടങ്ങളിൽ ഒന്നിനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് താങ്ങ് നൽകിയത്. കമ്മീഷൻ അനുവദിച്ച ഗ്രാന്റ് 50 ലക്ഷം രൂപ നഗരസഭയിൽ അങ്ങാണ്ടെന്ന് മുൻ പ്രതിപക്ഷ നേതാവിനുണ്ട്. 50 ലക്ഷം രൂപ ഉണ്ടെന്ന് പറയുന്നു. എന്തുകൊണ്ട് 50 ലക്ഷം രൂപ മുടക്കി ഇവിടുത്തെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നില്ല? വീണ ജോർജിന്റെ വാശിയാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങളെ ഇട്ട് വഞ്ചിക്കുന്നത്. BNC ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ജനറൽ സർജറി, ഗൈനക്കോളജി, അസ്ഥിരോഗ വിഭാഗം, ENT ഓപ്പറേഷൻ തിയേറ്ററുകളും ലേബർ റൂമും പൂട്ടുമെന്നും പകരം ക്രമീകരണം കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരുക്കുമെന്നും നേരത്തെ ധാരണയിലെത്തിയിരുന്നു. മാസം 1.5 പിന്നിട്ടിട്ടും കാര്യങ്ങൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. എന്നാൽ ഒരാഴ്ചക്കിടെ എല്ലാം ശരിയാകുമെന്നാണ് വിശദീകരണം. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. സർജറിക്കുള്ള ഡേറ്റ് കൊടുത്തിരുന്നവരുടെ എല്ലാം സർജറി തീർന്നു. നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. ഒരാഴ്ച കാലത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കും. മന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾക്കായി BNC ബ്ലോക്ക് അടയ്ക്കുകയും പകരം ക്രമീകരണം കോന്നിയിൽ ഏർപ്പെടുത്തുകയും ചെയ്യുമെന്ന വാർത്തകൾക്ക് പിന്നാലെ കോൺഗ്രസും BJPയും ഇവിടെ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. കപ്പലാകെ മുങ്ങുന്നേ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.